പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 46-ാം ദിനം. എൻ്റെ പ്രിയപ്പെട്ട ശത്രുക്കളെ നന്ദി. എൻ്റെ മിത്രങ്ങൾ എന്നെ ഉപേക്ഷിച്ചപ്പോഴും എന്നെ വിടാതെ പിന്തുടർന്ന നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് നന്ദി. നിങ്ങളില്ലായിരുന്നെങ്കിൽ ആരോട് പൊരുതിയാണ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് മൂർച്ച കൂട്ടുക? നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ആരെ പിന്തുടർന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുക? തൻ്റെ ശത്രു എന്ന കവിതയിൽ സച്ചിദാനന്ദൻ കോറിയിട്ടിരിക്കുന്ന വരികളാണിവ. ശത്രുക്കൾ മാത്രമുള്ള ജീവിതവും മിത്രങ്ങൾ മാത്രമുള്ള ജീവിതവും ജീവിതമല്ല. നിങ്ങൾക്ക് ശത്രുക്കളും മിത്രങ്ങളും ഉണ്ടാകുമ്പോഴാണ് ജീവിതം ജീവിതമാകുന്നത് എന്നൊരു നിരീക്ഷണമുണ്ട്. ജീവിതത്തിൽ ശത്രുക്കളും മിത്രങ്ങളും ഉണ്ടാവുക വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ശത്രു സാന്നിധ്യത്തെ ഒരു സ്വാഭാവിക കാര്യമായി കണ്ട് സ്വീകരിക്കേണ്ട ഒന്നാണ്. ശരിയായ മിത്രത്തെ കണ്ടെത്തിയവൻ നിധി കണ്ടെത്തിയവന് സമനാണെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. എന്നാൽ ശത്രു എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഭയമാണ്. എന്നാൽ ഇത് ഒഴിവാക്കാനാവാത്ത ഒരു നിരന്തര സാന്നിധ്യമായി നമ്മെ പിന്തുടരുക തന്നെ ചെയ്യും. എത്ര നന്മ ചെയ്താലും അതിലെ തിന്മയുടെ പുഴുക്കുത്തുകൾ കണ്ടെത്താനായി കയ്യിൽ മൈക്രോസ്കോപ്പുമായി നടക്കുന്നവർ, നമ്മിലെ വീഴ്ചകളെയും നിസാര തെറ്റുകളെയും വാട്സാപ്പ്, ഫേസ്ബുക്ക്, മറ്റ് സോഷ്യൽ മീഡിയകൾ എന്നിവയിലൂടെ ലോകത്തോട് വിളിച്ചു പറയാൻ മൈക്രോഫോണുമായി നടക്കുന്നവർ, നമ്മിലെ നന്മയുടെ വെളിച്ചം ആരെങ്കിലും കത്തിച്ചു വച്ചാൽ അതിനെ ഊതിക്കെടുത്തുവാൻ കച്ചകെട്ടി നടക്കുന്നവർ, ഇങ്ങനെ നിരന്തരം വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും അവഗണന കൊണ്ടും വിടാതെ നമ്മെ ആക്രമിക്കുന്ന ശത്രുക്കളെ ജീവിതത്തിലുടനീളം നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ഇങ്ങനെയുള്ളവരോടുള്ള നമ്മുടെ മനോഭാവത്തെ നാം പരിശോധിക്കേണ്ടതാണ്. വീട്ടിലും ജോലിസ്ഥലത്തും സമൂഹത്തിലും സഭയിലും നാം എന്തു ചെയ്യുന്നുവെന്ന് കണ്ണിൽ എണ്ണയൊഴിച്ച് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ നമ്മെ പിന്തുടരുന്നവരോടാണ് ശത്രു എന്ന കവിതയിൽ സച്ചിദാനന്ദൻ നന്ദി പറയുന്നത്. മിത്രങ്ങൾ പോലും ഉപേക്ഷിക്കുമ്പോഴും വിടാതെ നമ്മെ പിന്തുടർന്ന നിശ്ചയദാർഢ്യത്തിന് നന്ദി. നമ്മുടെ എഴുത്തിനെ, നമ്മുടെ പെരുമാറ്റങ്ങളെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ തീരുമാനങ്ങളെ, നമ്മുടെ നടപടികളെ, നമ്മുടെ ബന്ധങ്ങളെ ഒഴിഞ്ഞും തെളിഞ്ഞും വിമർശിക്കുന്നവർക്കായി മനസ്സിലൊരു പൂച്ചെണ്ട് സൂക്ഷിക്കണം നമ്മൾ. നന്ദിയുടെ പൂച്ചെണ്ട്. നമ്മുടെ എഴുത്തിനെയും വാക്കുകളെയും ബന്ധങ്ങളെയുമെല്ലാം കൂടുതൽ തെളിവുറ്റതാക്കാൻ, കുറ്റമറ്റതാക്കാൻ നിരന്തരം നമ്മെ സഹായിക്കുന്നവരാണവർ. വിമർശനത്തിൻ്റെ അമ്പുകളിൽ തേൻ പുരട്ടണമെന്ന് ശഠിക്കാൻ നമുക്കെന്ത് അവകാശം? ലെബനോന്റെ പ്രിയ കവി ഖലീൽ ജിബ്രാൻ ഇപ്രകാരം കണ്ടെത്തുന്നുണ്ട്: വായാടിയിൽ നിന്നാണ് ഞാൻ മൗനം പഠിച്ചത്, അസഹിഷ്ണുവിൽ നിന്ന് സഹിഷ്ണുതയും നിർദ്ദയനിൽ നിന്ന് ദയാലുത്വവും. എങ്കിലും വിചിത്രമെന്ന് പറയട്ടെ, ഈ ഗുരുക്കന്മാരോട് ഞാൻ നന്ദിയില്ലാത്തവനായിരിക്കുന്നു. ശത്രുവിനെ ഗുരുവായി കാണാനുള്ള ബലമുണ്ടാകണം ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്ക്. ഒട്ടേറെ ജീവിത പാഠങ്ങൾ നമുക്ക് പകർന്നു തരുന്ന ശത്രുക്കളാകുന്ന ഗുരുക്കളെ മനസ്സിൽ സന്തോഷത്തോടെ കാണുന്നതിന് നമുക്ക് ഇടയാവണം. അത്തരത്തിൽ നമ്മുടെ മനസ്സിലും കാഴ്ചപ്പാടുകളിലും ശ്രദ്ധേയമായ വ്യതിയാനം വരുത്തുവാൻ ഈ ദിവസങ്ങളിലെ ധ്യാനങ്ങളും മനനങ്ങളും നമ്മെ സഹായിക്കട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.